ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ പവിക്കുട്ടിനോട് ഇൻട്രോ ഒക്കെ എടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞിട്ടൊന്നും പവി കേട്ടില്ല. ഇവിടെ വന്നിട്ട് വീഡിയോയിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ തുടങ്ങിപ്പോയി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് മുൾത്താനി മിട്ടിയുടെ ഫേസ് പാക്കിനെ പറ്റിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ കൂടുതലും മുൾത്താനി മിട്ടി യൂസ് ചെയ്യുന്നത് ഓയിലി സ്കിൻ ഉള്ളവരാണ്. അപ്പോൾ അവരുടെ സ്കിൻ ഓയിലി അയക്കുന്ന സമയത്ത് എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ മുഖത്ത് മുഖക്കുരു അല്ലെങ്കിൽ പിമ്പിൾസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ ഓയിലും അതേപോലെ നമ്മുടെ ഫേസിൽ അടിഞ്ഞുകൂടുന്ന ഡേർട്സ് ഒക്കെ ഇരുന്ന് ക്ലോഗ് ആയിട്ടാണ് പിമ്പിൾസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അത് മാറാനായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ട് ഈ ഒരു മുൾത്താനി മിട്ടിയുടെ ഫേസ് പാക്ക് നമുക്ക് ഹെൽപ്ഫുൾ ആണ് അങ്ങനെയുള്ള ഓയിലി സ്കിൻ ഉള്ള ആൾക്കാർക്ക്. അപ്പം ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പാക്ക് മുൾത്താനി മിട്ടിയുടെ പാക്ക് തന്നെയാണ് കേട്ടോ. ഒരുപാട് ഓയിലി സ്കിൻ ആണ് നിങ്ങളുടെ എങ്കിൽ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പിമ്പിൾസ് ഒക്കെ വരാനുള്ള ചാൻസും ഒരുപാട് കുറയ്ക്കും. അതേപോലെ നമ്മളുടെ ഫേസിലുള്ള നേരത്തെ വന്നിട്ടുള്ള മുഖക്കുരുവിൻ്റെ പാടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട്, ആക്നി ഒരുപാടുള്ള മുഖക്കുരു അതൊക്കെ മാറാനും ചെറിയ ചെറിയ മുഖക്കുരുകളൊക്കെ മാറാനും ഒക്കെ ഈ ഒരു പാക്ക് വളരെ ബെസ്റ്റാണ്. അതേപോലെ ഡ്രൈ സ്കിന്നുകാർക്കും ഈ ഒരു മുൾത്താനി മിട്ടിയുടെ പാക്ക് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ അതിൽ നമ്മൾ ഇപ്പം പിമ്പിൾസ് ഉള്ള അല്ലെങ്കിൽ ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് നമ്മൾ ജസ്റ്റ് വെള്ളത്തിൽ മാത്രം മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡ്രൈ സ്കിന്നുകാർ ഈ ഒരു മുൾത്താനി മിട്ടി യൂസ് ചെയ്യുന്ന സമയത്ത് വെള്ളത്തിൽ ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പാടില്ല. കാരണം അവരുടെ ഡ്രൈ സ്കിൻ ഒന്നുകൂടെ ഡ്രൈ ആവാനായിട്ടേ അത് ഹെൽപ്പ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മുൾത്താനി മിട്ടിയുടെ ഫേസ് പാക്ക് നമ്മൾ ഡ്രൈ സ്കിന്നുകാർ യൂസ് ചെയ്യുവാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്, തൈര് അതുപോലെ തേന് ഇതിൻ്റെ കൂടെയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ മുൾത്താനി മിട്ടിയുടെ ഫേസ് പാക്ക് യൂസ് ചെയ്യേണ്ടത്. എൻ്റെ ഇത് പറഞ്ഞാൽ നോർമൽ സ്കിന്നാണ്. അപ്പം ഇത് നോർമൽ സ്കിൻ ആണെങ്കിൽ കൂടിയും ഞാൻ വെള്ളത്തിൽ ഞാൻ ഈ ഒരു മുൾത്താനി മിട്ടിയുടെ ഫേസ് പാക്ക് യൂസ് ചെയ്തില്ല. കാരണം ഫേസ് ഡ്രൈ ആവാനായിട്ടത് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ തൈരിലാണ് ഈ ഒരു മുൾത്താനി മിട്ടി മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു 1.5 സ്പൂണോളം, ഈ ഒരു സ്പൂണിന് 1.5 സ്പൂൺ മുൾത്താനി മിട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 സ്പൂൺ തന്നെ തൈര് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ ചെയ്താലും മതി. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു അഡീഷണലായിട്ട് കുറച്ചൊരു അരിപ്പൊടിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് വാഷ് ചെയ്ത് കളയുന്ന സമയത്തൊരു നമുക്കൊരു സ്ക്രബ് എഫക്റ്റൂടെ കിട്ടാൻ വേണ്ടിയിട്ട് അത് ഞാൻ ഏത് പാക്കിലും ചെയ്യുമ്പോഴും കുറച്ചൊരു അരിപ്പൊടിയും കൂടെ അതിനകത്ത് ആഡ് ചെയ്യാൻ നോക്കാറുണ്ട്. കാരണം നമ്മുടെ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോകണമെങ്കിൽ കുറച്ച് തരി വെച്ചിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് അപ്പോൾ നമ്മുടെ പാക്ക് ഇതേ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഫേസിലും നെക്കിലും ഒക്കെ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ നമ്മുടെ ഫേസിൽ വെച്ചിരുന്നാൽ മതി. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ സ്ക്രബ് ചെയ്ത് കൊടുത്ത് വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായി ഒരു ബെൽ ബട്ടണും കൂടെ അമർത്തിയേക്കുക. അപ്പൊ വീണ്ടും നല്ലൊരു ഒരു കാര്യം പറയാം. അമ്മ അങ്ങനെ ഒട്ടുകൊടുത്തില്ല, അവരെ ഒട്ടുകൊടുത്തില്ല. അപ്പൊ ശരിയേ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ.